കൂട്ടുകാരെ, ഇഷ്ടമാത്രം ആ ഒരു മനസ്വിനിയുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷ എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ ഇഷിതയെ കുറെ കുത്തുവാക്കുകൾ കൊണ്ട് മൂടിയിരുന്നല്ലോ. അപ്പൊ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ ദയെ ഉടനെ തന്നെ ഒരു സർജറിക്ക് കയറ്റണം എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ വേണ്ടി. കുഞ്ഞിന് എന്തൊക്കെയോ പറ്റിയതാണ് നമ്മുടെ ദയക്ക് വയറുവേദന എടുക്കാൻ കാരണം കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്വിനി നമ്മുടെ മാധവന്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ മനഃപൂർവ്വം എന്താ പറയാ അവർക്ക് അപകടം വരുത്തും, ദയക്കും കുഞ്ഞിന് അപകടം വരുത്തും, നീ നോക്കിക്കോ, ഇഷിതയാണ് ആള്, നീ ഞാൻ പറയുന്നത് മനസ്സിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധവന് ഓൾറെഡി വിഷമൊക്കെ കുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ ഇഷിതയുടെ വീട്ടുകാരൊക്കെ ഉണ്ട്, അച്ഛനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുക. നമ്മുടെ ഇഷിതയുടെ ചേച്ചിയും എല്ലാവരും ഭയങ്കര സങ്കടത്തിലും പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുക, കുഞ്ഞിനും അമ്മയ്ക്കും ഒരു ആപത്തും വരാതിരിക്കാൻ. പക്ഷേ നമ്മുടെ ഇഷിത നമ്മുടെ മനസ്സിനി കാണാൻ വരുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞത് വെറും ഉരുൾപൊട്ടൽ മാത്രമാണ്, ഇനി അതിന്റെ വരും വരായികകൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ഇഷിത മനസ്വിനിയോട് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ദയയുടെ കുഞ്ഞ് അതേ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് പറയുന്ന ഒരു രംഗമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്വിനി ഇങ്ങനെ സങ്കടത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി അതും ഇഷിതയുടെ തലയിലാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ, എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കി കാണും. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.